ഇന്നത്തെ ടാസ്ക് കോളിൽ നന്ദന ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്ക് പണപ്പെട്ടി വേണ്ട, അഭിമാനം വലുത് എന്ന് പറഞ്ഞ നന്ദന ഇന്നലെ ഫിജോടും ഫായിയോടും ഒക്കെ ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്. കാരണം പണപ്പെട്ടിയെപ്പറ്റി ഫായിയുമായിട്ടാണ് ഫായി, ഫിജോ, നന്ദന എന്നിവരാണ് ചർച്ച ചെയ്തത്. ആ വിഷയനും അറിയാം. അപ്പം അത് ടാസ്കിൻ്റെ ഇടയിൽ പറഞ്ഞു, നീ എന്തിന് ഒന്നാം സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു, നിനക്ക് പണപ്പെട്ടിയല്ലേ വരുന്നത്, നീ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുകയല്ലേ എന്ന് ഫിജോ പറഞ്ഞു എന്നാണ് നന്ദന പറയുന്നത്. അതുകൊണ്ട് നന്ദന വളരെയധികം കട്ടക്കലിപ്പ് തന്നെയാണ് ഫിജോടും ഫായിയോടും ഒക്കെ. എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാനാണ് ഇഷ്ടം, എന്നെ ആരും സപ്പോർട്ട് ചെയ്യാൻ വരണ്ട, എല്ലാവരുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ മനസ്സിലാക്കി എന്ന് അവരോട് രണ്ടുപേരോടും പറയുന്നുണ്ട്. നമ്മുടെ ഫായിയോടും ഫിജോടും പറയുന്നുണ്ട്. ആഹാരം കഴിക്കാൻ വിളിക്കുമ്പോൾ ഫിജോ കയ്യെ കയറി പിടിക്കുമ്പോഴത്തേന് കൈ എല്ലാം പിടിച്ച് എറ്റിയിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ എന്നോട് മിണ്ടണ്ട എന്നുള്ള രീതി തന്നെയാണ് നന്ദന പോകുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിൻഡോ നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണിത്. നീ ഒറ്റയ്ക്ക് കളിക്ക്, ആരെയും വിശ്വസിക്കാൻ പാടില്ല, ഇതൊരു ഗെയിമാണെന്ന് ജിൻഡോ പറഞ്ഞു കൊടുത്തപ്പോൾ നന്ദനയ്ക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോഴത്തേന് കുഞ്ഞു പെങ്ങളായി. ഞാൻ എൻ്റെ വീഡിയോ പലതിട്ടിട്ടുണ്ട്. നന്ദനെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്, എനിക്ക് തോന്നുന്നു നിഷ്കളങ്കമായൊരു സ്വഭാവമാണ്. ഉള്ളത് കാര്യം ഉള്ളതുപോലെ പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഫിജോയും ഫായി എപ്പോഴും ചെയ്യുന്നതെന്ന് പ്ലാനുകളാണ്. ഫിജോ ഒക്കെ രണ്ടാമത് കയറിയതിനു ശേഷം പ്ലാനുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഫായി ആദ്യം മുതലേ പ്ലാനുകളുടെ ആളാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒരേ വൈബാണ് കേട്ടോ. രണ്ടുപേരും പ്ലാനുകൾ ഉണ്ടാക്കാൻ ഒരേ വൈബുള്ളവരാണ്. ഇവർ രണ്ടുപേരും കൂടെ പ്ലാനുകൾ ഉണ്ടാക്കുക, അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇന്നലത്തെ ഒരു പ്ലാനായിരുന്നു, നേരത്തെ തന്നെ ഒരു കുറച്ച് ദിവസമായിട്ട് ഇരുന്ന് പ്ലാൻ ചെയ്യുകയായിരുന്നു, നന്ദനെ ഒരിക്കൽ കൂടി ക്യാപ്റ്റനാക്കുക, നന്ദനെ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ഇന്നലെ ഒറ്റ ടാസ്ക് കൊണ്ട് തന്നെ ബിഗ് ബോസ് ഇത് പൊട്ടിക്കളഞ്ഞു. ഇനി നന്ദനെ പണപ്പെട്ടി എടുക്കാൻ വേണ്ടി സഹായിക്കുക എന്നുള്ള ടാസ്ക്കാണ് ഇവർ കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യുക. അതും ബിഗ് ബോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പരിപാടി വിട്ട് കയറ്റിക്കൊണ്ട് ആ പ്ലാനും തകർക്കും. ഇതാണ് പ്ലാനുകൾ ഉണ്ടാക്കുക, തകരുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ഹോബി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും നന്ദനയ്ക്ക് ഏകദേശം എല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. നന്ദന ഫായിയോടും ഫിജോയും ഒക്കെ ഇച്ചിരി പിണക്കത്തിൽ തന്നെയാണ് ഇപ്പോഴും.